ഗായ്സ് നമ്മളിവിടെ എന്താ ആട്ടപ്പൊടിയും ഉപ്പും ഇത് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആക്കിയാണ്. അമ്മ എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ച് കൊടുക്കാൻ പറഞ്ഞ കാരണം പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഇതെന്താ കൈ കഴുകണം. ചപ്പാത്തിക്ക് കുഴക്കാൻ അറിയാത്ത ഞാൻ വാങ്ങി പിടിക്കേ ഒറ്റനില്ല കുഞ്ഞു വിജയോ ആരോടെങ്കിലുള്ള ദേഷ്യം തീർക്കണം ഇട്ടിട്ട് കൊല്ലാനല്ല പറഞ്ഞു. ഒരു വെള്ളം വേണോടി. ഞങ്ങളത് കുഴക്കട്ടെ ഗൈസ്. ഓക്കെ, കുഴച്ചിട്ട് കാണിച്ചു തരാവേ. എൻ്റെ കൈ കഴിച്ചു ഞാൻ. അതുകൊണ്ട് നമ്മുടെ പൊന്നു രാജകുമാരിക്ക് കൈ മാറിയിരിക്കുകയാണ്. വേർത്ത് പൊന്നു നീയല്ലേ വെള്ളം ഒഴിച്ചാള് പറഞ്ഞത് മൊത്തം ഒഴിക്ക് പൊടി ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ. പിന്നടി അടക്കള മറക്കൂ നീ. അത് കയ്യോടി പൊന്നു. കണ്ട ഗൈസ്, എൻ്റെ അനിയത്തിക്കുട്ടി അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുന്നത്. ജാനിക്കുട്ടിയാണ് ഞങ്ങളുടെ. പാട്ട് പാടുന്നത് ബീജം എടുത്തേ. ഓ എൻ്റെ മോളെ അങ്ങനെ സെറ്റാക്കേ. അമ്മ എന്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞില്ലേ താക്കോ. ഇത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോതമ്പിന്റെ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ ഉമ്മച്ചി പണ്ട് ഉണ്ടാക്കി തരാറുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ 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 ഉണ്ടകളാക്കിയിട്ട് കണ്ട അത് വേറൊരു പൊടിയിലേക്ക് നമ്മൾ എടുക്കും. കാരണം അറിയാമോ, നമ്മൾ ഇതിന് ഒട്ടാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കാണിച്ചിട്ട് ഇതിന് മാറ്റി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാൻ. ചെറിയ ആവിയിലിട്ട് നമ്മൾ പുഴുങ്ങാൻ വെക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങയും ഏലക്കായയും പഞ്ചസാര ശർക്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വിളയിച്ചിട്ട് ഈ പുഴുങ്ങിയ ഈ സംഭവത്തിന് നമ്മൾ അതിനകത്തേക്ക് ആവി അതിനെ പുഴുങ്ങാന്ന് പറയാം. ആവി കയറ്റി വേവിച്ച ഈ സംഭവം. ഇത് പണി എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചങ്കളെ, ഇതിൻ്റെ പണി വന്നത് എവിടെ നിന്ന് അറിയാമോ? പണി വന്നത് നമുക്ക് ഇങ്ങനെ ഉരുട്ടാനാണ് കുത്തിരുന്ന്. ഇവളോട് ഞാൻ കുറച്ച് പൊടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കിതിന് വലിയ ദേഷ്യം വേറെ ഇല്ല. എൻ്റെ ചങ്കളെ വൈകുന്നേരം അടുക്കളയിൽ കയറി ഉച്ചയ്ക്ക് ഉറക്കം വന്ന് ഭയങ്കര വൈകുന്നേരം നല്ല അടുക്കളയിൽ കയറണത്തിന് വലിയ ദേഷ്യം വരില്ല. ഒരു പണി എടുക്കത്തില്ല. അന്ന് അട ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോഴാണ് അടുക്കള കയറണം. ഞാൻ നാളെ തന്നെ വേറെ പലഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പോന്നിട്ട് ഇപ്പോഴാണ് ഞാൻ പലഹാരം ഉണ്ടാക്കുന്നത്. ചങ്കകളെ സോറി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ 4 മണി പലഹാരം കേട്ടോ. ഇതിനെ പേരിടിപ്പോൾ നമുക്ക് നിങ്ങൾ തന്നെ ഒരു പേരിട്. ഗോതമ്പുണ്ട വിളയിച്ചത്. ഇത് ഗോതമ്പുണ്ട്. ഇതിപ്പോൾ ജയിലുകാർ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ വിഭവം മാറ്റും. അവിടെ വെറുതെ പുഴുങ്ങിയ ഗോതമ്പെന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ അവരിത് മാറ്റി ഇനി വിളയിച്ച ഗോതമ്പുണ്ടി ആക്കാവോ? റഹീമ കൊച്ചിൻ്റെ സ്പെഷ്യൽ റെസിപ്പി അത് അല്ല. അപ്പം തക്കുട് നമ്മുടെ പൂച്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിൻ്റെ പൊന്നു മോനെ ഇത് ഗോതമ്പാണ്. തിന്ന് കഴിഞ്ഞാൽ വയറ്റിൽ കൊട്ടി പിടിക്കും. ഇത് പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ അമ്മച്ചി തരാം 2 കഷ്ണം കേട്ടാ. വരാം. അപ്പം അങ്ങനെയൊക്കെയാണ് ചങ്കളി വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് അടുത്ത പ്രോസസ്സിങ് എന്നിട്ട് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. ഇപ്പോഴത്തെ നമ്മൾ ഗോതമ്പിനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആ കുഴച്ച മാവിനെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കണ്ട കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് നമ്മൾ വേറെ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ചെറുതാക്കില്ല. ഞാൻ ഉണ്ടാക്കിയത് വലുതാണെന്നുള്ള പറയണത്. ഇത്ര മതി. ഒരുപാട് ചെറുതാവണ്ട, ഒരുപാട് വലുതാവാൻ പാടില്ല, ഒട്ടും വലുതാവരുത്. എന്തോരം ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാവും. നമ്മളൊക്കെ വയസ്സായി പോയില്ലേ, മക്കളൊക്കെ വലുതായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് പറഞ്ഞാലും നിനക്കിത് വേണമെങ്കിൽ തിന്നാ മതി. പറഞ്ഞു തന്നത് ഉണ്ടാക്കി തന്നതും പോലെ. പല്ലിക്കാട്ടത്തിന്റെ അത്ര, പല്ലിക്കാട്ടല്ല പല്ലിമുട്ടയുടെ അത്ര ആയിക്കഴിഞ്ഞ രസം ഉണ്ടാവില്ല. പിന്നെ ബബിൾ ടീയിലെ സംഭവമില്ലേ അതുപോലെ. ഇത് പിന്നെ ഇതിനെങ്ങനെ ഇത് ഉണ്ടാക്കിയാണ് പാടല്ല. ചങ്കൽ ഉണ്ടാക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ലെവലാണ് തിന്നുന്നത്. 2-3 പേരാണ് ചങ്കള്, അല്ലെങ്കിൽ അതിൽ സുഖമില്ല. ഒരാൾ മാത്രമായിട്ട് തുരുത്തിരിക്കുമ്പോ എന്താ പോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ അടുത്ത പ്രോസസ്സിംഗ് എടുത്ത് നോക്കാം. ഇത് നമുക്ക് വേഗം ഉണ്ട പിടിച്ച് നമുക്ക് ഇടാം. കാരണം എൻ്റെ പപ്പിക്കുട്ടി സ്കൂളിൽ തരാറായിട്ടുണ്ട്. അവൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കതൊക്കെ 1 by 1 നിങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചങ്കളെ നമ്മളുടെ ഈ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട ഇങ്ങനെ അരിപ്പൊടി അല്ല അതിൻ്റെ പൊടി പോകാനായിട്ട് പോലെ ഞെക്കാണ്ട് എടുക്കണേ. ഇവിടെ ഇത് ഷേപ്പൊക്കെ മാറിപ്പോൾ മുന്തിരി അല്ല ജ്യൂസ് മുന്തിരി, നമ്മുടെ ജ്യൂസ് മുന്തിരി ഇല്ലേ, ജ്യൂസ് മുന്തിരി അങ്ങനെ ഇരിക്കുക. ജ്യൂസ് മുന്തിരി കണ്ടിട്ടില്ലേ പ്ലിങ്ങി ഇരിക്കുന്നത്, ചീത്തയൊക്കെ ചീഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഏകദേശം അവൾ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പമ്മൂന്ന് അതിങ്ങനെ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഞാനും പമ്മും പൊന്നും കൂടിയിട്ട് ഇപ്പം അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പുഴുങ്ങാൻ വെക്കുക. അപ്പം എൻ്റെ പൊന്ന ഞാൻ ഇതേ വന്നേക്കാണ് കുളി വിട്ട് എൻ്റെ മോള് ഉണ്ടാക്കണതാണ്. അവൾ വരുമ്പോഴേക്കും ഉണ്ടാക്കണം എന്നിട്ട് ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷേ സാധിച്ചില്ല ചങ്കുകളെ.
അപ്പം മതിരി പറഞ്ഞ എനിക്ക് തലകരണം അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അപ്പം ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇതേ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയി നമുക്ക് വേവിക്കാൻ പൊക്കിക്കോ. അപ്പം നമ്മൾ ദേനോ നമുക്കിത് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം. അടുപ്പത്ത് തീ ഗ്യാസ് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഇന്ന് മൊത്തത്തിൽ ഇന്ന് കത്തിന്ന് ശരിയായേനെ. അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇങ്ങനെ കിടന്ന് ആവട്ടെ. നമുക്ക് ഇനി ഇതിനെ മൂടി വെക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ കിടന്ന് വേവട്ടെ ചങ്കാല. ഓക്കെ. അപ്പോൾ ഇനി ഇതൊക്കെ കിടന്ന് വേവട്ടെ അല്ലേ. അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അവിടെ തേങ്ങ കൊണ്ടുവരുമ്പോൾ പൊട്ടിച്ച് ചേരണ്ട. എനിക്ക് മാളയ്ക്കൊക്കെ പോകണമായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. അക്ഷയയിലൊക്കെ പോകേണ്ടതാണ്. ഈ കുരിശുമൊക്കെ കയറി അതിനകത്ത് എനിക്ക് ചായക്ക് കെട്ടിലാക്കാൻ ദേഷ്യം തന്നെ എളുപ്പത്തിനുള്ള പണികൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. ഇത് ഭയങ്കര ഹെവി ആയിപ്പോയി. ഭയങ്കര ഹെവി ആയിപ്പോയി. എനിക്ക് വയ്യ. അപ്പം നമുക്കിനി അടുത്ത് നോക്കാം. നമ്മളപ്പോൾ തേങ്ങ വാങ്ങിക്കാൻ പൊന്നു പോയിട്ടുണ്ട്. നമ്മുടെ മനോജേട്ടൻ്റെ കടയിൽ തേങ്ങ വയ്ക്കാൻ പോയിരിക്കുന്നത്. കാട്ടില മനോജൻ്റെ കടയിൽ നമ്മുടെ ഷാപ്പമ്പടിക്ക് തന്നെ കേട്ടോ മനോജേട്ടൻ്റെ കട. അപ്പോൾ അവിടെ തേങ്ങ വയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇനി തേങ്ങ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, ചിരണ്ടിയിട്ട് അത് പഞ്ചസാരയും ഏലക്കായി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെള്ളയിച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഈ വെന്ത് ഇരിക്കുന്ന ഈ ഗോതമ്പ് ഉണ്ട ചെറുതാക്കി ഇതേക്കാണ് നമ്മൾ അതിനകത്തിട്ട് വരട്ടിയെടുക്കണം അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് പേര് കണ്ടുവച്ചിട്ടുണ്ട്. അത് അവർ വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. എനിക്കത് ഓർമ്മയില്ല, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ മിനുക്ക് പണികളിലേക്ക് കിടക്കാം അല്ലേ. വാ. അപ്പോൾ ചങ്കളെ നമ്മുടെ ഗോതമ്പിൻ്റെ ബോൾസൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമ്മത് ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇത് വെള്ളം കുറച്ച് കൂടിപ്പോയെന്നൊരു ഡൗട്ടുണ്ട് ചങ്കാല. അപ്പോൾ കുറച്ച് വെള്ളം കളയാവേ. കുറച്ച് പഞ്ചസാര അരിയാൻ വേണ്ടി മാത്രം കേട്ടോ. നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടുണ്ട്. ഒരുപാട് മധുരം ഇടുന്നില്ല കേട്ടോ, കാരണം തിന്നിട്ടില്ലാത്ത കാരണം. മധുരം കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം. നമ്മുടെ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ഒക്കെ പാടിയിട്ട് പമ്മു ഏലക്കായ പൊടിച്ചെടുത്തോട്ടാ. ഒക്കെ പാടിനകത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ബോളൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഏലക്കായ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ നമ്മളിട്ട് അതുപോലെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതായി കഴിയണം. വെള്ളം കൂടെ വറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ തേങ്ങ വേവും അറിയാലോ. നമുക്ക് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര വെച്ചുണ്ടാക്കാം. അതിന് പകരം നമ്മൾ തേങ്ങ പഞ്ചസാര തേങ്ങ കേട്ടോ. കാരണം അല്ലെങ്കിൽ ശർക്കര ആകുമ്പോൾ ഒരു ബ്രൗൺ കളറല്ലേ. അപ്പോൾ നമ്മുടെ ഗോതമ്പിന് ബ്രൗൺ കളറാണ്. അപ്പോൾ രണ്ടും ബ്രൗൺ കളറാകുമ്പോൾ ഒരു കളർ ഭംഗി ഉണ്ടാവില്ല. പഞ്ചസാര ആകുമ്പോൾ ഈ ഗോതമ്പിന്റെ ബ്രൗൺ കളറും പഞ്ചസാര തേങ്ങയുടെ വൈറ്റ് കളറും ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുക്കാന്ന് വിചാരിച്ചത് കേട്ടോ. ശർക്കര ഇടുന്നവർക്ക് ശർക്കര ഇടാം. യെസ് വെരി ഇന്റർനാഷണൽ സ്മെല്ല് വരുന്നുണ്ടേ. നമ്മുടെ ഗോതമ്പുണ്ട റെഡി ആയിട്ടുണ്ട്. അനിപ്പോ ഇപ്പൊ തന്നെ എടുത്തുണ്ടോണു. ഇങ്ങനെ തിന്നാണ്ടാക്കിയത് അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് പറക്കിയെടുത്ത് തിന്നുണ്ടോണു. നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയാണ് അല്ലേ. ഉച്ചക്ക് ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഓരോന്നൊക്കെ പറക്കി വാരിക്കൊണ്ടേ തിന്നണം. അപ്പൊ ചങ്കാള് നമ്മുടെ മറ്റേ എന്താ ഗോതമ്പ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ ഇതിനൊരു പേര് പറഞ്ഞിട്ടുണ്ട്. പേര് സ്വീറ്റ് വീറ്റ് ബോൾ. സ്വീറ്റ് വീറ്റ് ബോൾ. സ്വീറ്റ് വീറ്റ് ബോൾസ്. എന്നിട്ട് പേരാ. അപ്പൊ നമ്മുടെ അത് ശരിയാവും. അപ്പൊ നമ്മുടെ സ്വീറ്റ് വീറ്റ് ഇതിപ്പോ ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്വീറ്റ് വീറ്റ് ബോൾസ് റെഡി ആവാൻ പോകുന്നത്. നമ്മുടെ തേങ്ങ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്റെ മോളെ ഇതിനകത്ത് ഇതിനകത്തേക്ക് ഇടുന്നത് പൊടയും മാർക്ക് മിണ്ടാണ്ട് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ സ്വീറ്റ് വീറ്റ് ബോൾ കണ്ട തുടങ്ങില്ല. അതോട്ടെ എന്റെ പൊന്നു മോളെ, ഞാൻ ഈ വീഡിയോയിലായതുകൊണ്ട് സ്നേഹത്തോടുകൂടി പറയാനേട്ടാ. പൊന്നു ചിരിച്ചുകൊണ്ട് എന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് പറയണം. അപ്പൊ
ചങ്കളെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് റെസിപ്പി സെറ്റാണ് ഇവിടെ ഇതൊക്കെ കണ്ട നമ്മുടെ മധുരമുള്ള ഗോതമ്പിന്റെ ബോൾസ് റെഡി ആക്കി ഞാൻ മലയാളത്തിൽ പറഞ്ഞുള്ളൂ. ഞാൻ കേരളത്തിൽ വളർന്ന ഒരു സാധാരണ നാടൻ പെൺകുട്ടിയാണ്. അതൊക്കെ ഉടഞ്ഞോളും തിന്നാൻ തുടച്ചാൽ മതി. അപ്പൊ നല്ല മണമല്ലിട്ട് ചങ്കാല നമ്മുടെ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഗോതമ്പിന്റെയും ഏലക്കായയുടെയും ഒക്കെ പതിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീ നന്നായിട്ട് കൂട്ടിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാവേ. അപ്പൊ ഇത് കുറച്ച് റിസ്ക് എടുത്ത പണിയാണ്. കുറച്ച് നേരം കുത്തിയിരുന്ന് നമ്മള് ഉണ്ട പിടിക്കാനിരിക്കേണ്ട ആ ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. നമുക്ക് ഫോണിലൊക്കെ ആരുടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു നേരം പോയി ടിവിയുടെ മുമ്പിലിരുന്നോ ഒരു സംഭവം ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പൊ ഇവിടെ പിള്ളേര് കയ്യൊക്കെ വാരിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചായ ഒപ്പിച്ചില്ലേ? അപ്പൊ നമ്മുടെ ചായയൊക്കെ സെറ്റാണ്. ചായ ഗ്ലാസ്സിലേക്കൊക്കെ പകർത്തിട്ട് ഹാളിലെത്തും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ വലിയ ഇതുണ്ട്, വലിയ പാത്രം അറിയില്ല, വലിയ പാത്രം ഇങ്ങനെ പൂക്കൾ പോലത്തെ പാത്രം. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പോവേണ്ട. അപ്പൊ ചങ്കൾ എല്ലാവരും ഉണ്ടാക്കണം. നമുക്ക് തിന്നു നോക്കാം. ടീസ്പൂൺ ഉണ്ട് നമുക്ക് ടേസ്റ്റ്. അത് കളയില്ലേ? അത് മതി. അത് ടീസ്പൂൺ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ലുക്ക് ദിസ് വിത്ത് കോക്കനട്ട്. അപ്പൊ ചങ്കളെ നമ്മുടെ സ്വീറ്റ് ബീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മധുരമുള്ള ഗോതമ്പ് ബോൾസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. എന്താ പൊന്നോ ഒരു രക്ഷയില്ലാട്ടോ. എന്റെ ആശാമാര് കാണുമ്പോൾ തെറ്റിദ്ധരിക്ക് എടുത്ത് തന്നെ മക്കൾക്ക് എനിക്ക് ഉണ്ടാക്കില്ല. ഞാൻ തിന്നുന്നില്ല. ഞാനൊരു ചായ കുടിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഫാമിലി ആയിട്ട് ഉണ്ടാക്കി ഒരുമിച്ച് ചായ കുടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷം. നമ്മുടെ മക്കൾക്ക് ചായ ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് കാപ്പി വെച്ചിട്ടുണ്ട്. ആ പാല് എനിക്കുള്ളതാണ് പൊന്നോസോ. പൊന്നോസിനുള്ളതാണ് പാല്. അപ്പൊ ബൈ ഗൈസ്, ഞങ്ങൾ ഇത് കഴിച്ചിട്ട് വരാം. അപ്പൊ താങ്ക് യു തങ്കളെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷം. ഇതാണ്. അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് മിനിച്ചേക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ഇടുക, കമന്റ് ഇടുക. നമ്മുടെ എന്ത് പോരായ്മകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് കൂടെ പറയണം കേട്ടോ. അപ്പൊ എന്റെ ഫാമിലിനെ ചേർത്ത് പിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലികൾക്ക് എല്ലാവർക്കും ലവ് യു, ഹൃദയം നിറഞ്ഞ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ടാറ്റാ ബൈ ബൈ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാതെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ടാറ്റാ ബൈ ബൈ. ചങ്കളെ തിന്ന് തീർത്തിട്ടാ. ഞാനല്ല മക്കള് ആശാമാരെ ഞാൻ തിന്നേ ഇല്ലാട്ട് അടിക്കുന്നത്. നല്ല കട്ട ഡയറ്റിംഗ് എന്നൊക്കെയാണ്. ജിം എടുത്താൽ മാത്രം പോലെ കട്ട ഡയറ്റിംഗ് എടുത്ത് വണ്ണം കുറയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ കട്ട ഡയറ്റിംഗിലാണ് ഞാൻ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ലവ് യു ഓൾ. Subscribe now your funniest YouTube channel Archangel.